എന്താ ഇതാരാ പൊട്ടിച്ചത്? ഇങ്ങനെയാ തോട്ടം നോക്കുന്നേ? വലിയ ഗാർഡനർ ആണത്രേ. സ്റ്റുപ്പിഡ്. സ്റ്റുപ്പിഡെന്ന് പറഞ്ഞ ചീത്തവാക്കെന്ന് മനസ്സിലായി, പക്ഷെ അർത്ഥം പിടിയിട്ടില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാ മതി. കൂടുതൽ മനസ്സിലാക്കണല്ലേ ഈ പണി നിർത്തി കോളേജിൽ പോയി ചേർന്നോ? അപ്പൊ ബിന്ദു കോളേജിൽ പോണത് ഇതൊക്കെ പഠിക്കാനല്ലേ? ബിന്ദുവോ? എന്നെ പേര് വിളിക്കാൻ നീ ആരാ? ഇവിടുത്തെ മജിസ്ട്രേറ്റോ? ആ, വേഗം പണി തീർത്തിട്ട് വാ, ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ബഹളം വെക്കല് വെറുതെ. നിന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ. ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു. അവനാര്? എന്റെ ബോഡി ഗാർഡോ? ഞാൻ പോകുന്ന വഴി എന്റെ പുറകെ നടക്കാൻ. ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി. ഇവള് പറയുന്നതിലും കാര്യമില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടത് ഇവളല്ലേ? ഇനി അവനെ വേണ്ടച്ചാ, നമുക്ക് പറഞ്ഞയക്കാം. അന്ന് ആ ആപ്പിള് കേട്ടപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അച്ഛനൊരു പാവായതുകൊണ്ടാ ഇങ്ങനെ എല്ലാരെയും വിശ്വസിക്കണേ. മനസ്സിനൊരു അതൃപ്തി തോന്നിയാ പിന്നെ നിർത്തുക നല്ലതെന്ന് ഇവിടുന്നല്ലേ പറയാറ്? വേണ്ട, എഴുന്നേക്കണ്ട. ഒരായുസ് മുഴുവൻ നിന്റെ അമ്മയെ ഞാൻ കണ്ണീര് കുടിപ്പിച്ചു. ഇപ്പൊ നിന്നെയും. ഇനി എനിക്ക് ഈ നാടകം തുടരാൻ വയ്യ. സാർ, ഒരിക്കലെങ്കിലും നീ എന്നെ അച്ഛാന്നൊന്ന് വിളിക്കണം. ഒരിക്കൽ മാത്രം. ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി കിടക്കണം നീ എന്നും മുതലാണ് പോസ്റ്റ്മാനായത്? ആ തെണ്ടി എങ്ങാണ്ട് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവന്റെ കത്തുമായിട്ട് എന്റെ മോളുടെ പുറകെ നടന്നുണ്ടല്ലോ, മുട്ടാലിയെ തല്ലിയൊടിക്കും. തല്ലിയൊടിക്കും പാറോ, തന്റെ പെട്ടേനെ അടിച്ചു പൊളിക്കും. തന്റെ മോളവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അത് അവള് ചെയ്ത് സുഹൃത്താ. താൻ 7 ജന്മ തപസ്സിരുന്നാലും ഇതുപോലെ മരുമാനം കിട്ടില്ലടോ. നിർത്തടാ, ഞങ്ങളുടെ മാനം കളഞ്ഞിട്ട ചെറ്റയ്ക്ക് വേണ്ടി ന്യായം പറഞ്ഞാലുണ്ടല്ലോ, അതെങ്ങനെയാ ചിലപ്പോ നിനക്കും കാണൂല. തന്താ ഓക്കിരിതരം പറഞ്ഞ അടിച്ചതിന്റെ സിലിണ്ടർ ഞാൻ പറയൂടാ. ഞാൻ ഇനിയും പറയും, നീയും അതേ പിഴച്ചുണ്ടായ വർഗം തന്നെയാ. പിഴച്ചുണ്ടായത് താനോടോ പുല്ലേ? അവൻ ആരുടെ മോനാന്നറിയ തനക്ക്? ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മോനെ. അവനിപ്പോ അവരുടെ കൂടെ താമസം. സംശയം ഉണ്ടെങ്കിൽ താൻ അവിടെ ചെന്ന് നോക്ക്, എന്നിട്ട് അവിടെ ചെന്ന് കൂക്. താൻ ഈ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ പൊന്നു മക്കളെ, ദൈവം നേരിട്ട് കൊണ്ടു തന്ന ഒരു ചാൻസ് ആണിത്. ആദർശധീരനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഒരു സ്ത്രീലമ്പടനായിരുന്നു. രഹസ്യവേഴ്ചയിൽ ഒരു ജാരസന്ധി. അതിപ്പോ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എടോ, രഹസ്യം പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന നാണക്കേട് കാരണം അങ്ങേര് തന്നെ ആ ചക്കനെ തട്ടിക്കാണും. കേരള മുഖ്യമന്ത്രി ശ്രീ എം കെ വാര്യരുടെ മകനാണെന്ന് അവകാശപ്പെടുന്ന കുമാരന്റെ തിരോധാനത്തെ ചൊല്ലിയുണ്ടായ ബഹളത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ലജ്ജയില്ലല്ലോ ഇത് പറയാൻ. 1 മാസം ഇവിടെ താമസിപ്പിച്ചിട്ടും ഒരിക്കലെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു സൂചനയെങ്കിലും തന്നിട്ടുണ്ടോ? എന്നിൽ നിന്നൊന്നും ഒളിക്കില്ലെന്നും ഞാനറിയാത്തൊരു സ്വകാര്യത പോലും നിങ്ങൾക്കില്ലെന്നും ഞാൻ വെറുതെ വിശ്വസിച്ചല്ലോ ദൈവമേ. ചതിരാണ് നിങ്ങൾ, നീചനാണ്. ഇനി ഇതുപോലെ എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് ആർക്കറിയാം? വേണ്ട, ഈ മുഖം എനിക്കിനി കാണണ്ട. മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി. നാറാനുള്ളത് നാറി. ആ ചെറുക്കൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? മനുഷ്യനോട് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. എടാ മോനെ, നിന്നെ എന്തിനാ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നറിയാമോ? മുഖ്യന്റെ മകനാണ് കുമാരനെന്ന് നാട് മുഴുവൻ പാട്ടായി.
ആ പിന്നെ നിന്നെ 3-4 ദിവസം കാണാതായാൽ ഈ നാട്ടിലുണ്ടാകാവുന്ന സംഭവ വികാസങ്ങൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. അതിനുശേഷമാവാം ഭാവി പരിപാടികൾ. ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല. കേട്ടതെല്ലാം സത്യമാവണമെന്നില്ല. അയാളുടെ കൂടെ തന്നെ നിന്നോ? ഞാൻ ആരുടെ കൂടെ ഇല്ല. പിന്നെന്താ അയാൾ രാജി ആവശ്യപ്പെടുന്നത്? മുഖ്യ രാജിവെക്കണം. അച്ഛാ, മരുന്ന് കഴിക്കേ. എല്ലാരും കൂടെ കയറി മുറിച്ച് മനസ്സിന്റെ നൊമ്പരം മാറ്റാൻ ഒരു മരുന്നിനും കഴിയില്ല മോളെ. അവൻ എവിടെയുണ്ട്, ജീവനോടെ ഉണ്ടോ എന്നുപോലും അറിയില്ല. എല്ലാരും കാണെ മറയില്ലാതെ ഇത്തിരി സ്നേഹം കൊടുക്കാൻ പോലും ഈ അച്ഛന് കഴിഞ്ഞില്ല. കണ്ടു കൊതി തീർന്നില്ല. അതിനു മുമ്പ് എനിക്ക് വ്യക്തിപരമായി വാര്യരോട് യാതൊരു വിരോധവുമില്ല എന്ന് കരുതി ഇതങ്ങനെ വിട്ടുകൊടുക്കാമോ? ഇത്ര കിരാതമായ മൃഗീയമായ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനിയും അയാൾ അധികാരത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കഴിവുകേട് കൊണ്ടാ. ഇനി അങ്ങോട്ട് നമുക്ക് കൂട്ടായിട്ട് ആരംഭിക്കാം. ആദർശവാനായ ആ ദയവഞ്ചകന്റെ ദരിദ്രം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അധികാരം അത്തുപിടിച്ച ആ കൊലയാളിയെ ഇരുമ്പഴിക്കുള്ളിലാക്കുക എന്നതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. MKS വാര്യർ അധികാരം ഒഴിയുക. MKS വാര്യർ അധികാരം ഒഴിയുക. നാട്ടുകാരുടെ ചീത്ത കേട്ട് മടുത്തു. അല്ലെങ്കിൽ നാട്ടുകാർ ഒളിച്ചിരുന്നാ മതിയല്ലോ. എപ്പറ്റി നോക്കുമ്പോൾ നോക്കുന്നത് എന്തിനാ അളിയം ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ശിക്ഷിക്കുന്നത്? ആ ചെറുക്കൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ? അവസാനം പോലീസ് വന്ന് ശവം മാന്തി എടുത്ത് വീട്ടുകാരെ മുഴുവൻ കൊണ്ടുപോകണമായിരിക്കും, കൈവിലങ്ങും വെച്ചോണ്ട്. അമ്മാവാ, അച്ഛനെ വഴക്ക് പറയാൻ അമ്മാവിനൊരു അധികാരം തന്നത്? ഇവിടെ കഴിയാൻ ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം. മൂക്കറ്റം കുടിച്ചിട്ട് പാതിരാത്രി കയറി വന്നാൽ പോലും അമ്മാവിനോട് സ്ഥിരമായിട്ടൊരു ദേഷ്യം അച്ഛൻ ഇന്നുവരെ കാണിച്ചിട്ടുണ്ടോ? ഏട്ടനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് സാവധാനം പറയാന്ന് കരുതി. അച്ഛന്റെ മനസ്സിൽ കുമാരേട്ടൻ ഇന്നൊരു കുഞ്ഞാണ്, പിച്ചു വെച്ച് നടക്കുന്ന ആദ്യത്തെ കുഞ്ഞ്. ആ പ്രായത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരച്ഛന്റെ വേദന അമ്മാവനറിയില്ല. ഒന്നുറക്കെ കരയാൻ പോലും എന്റെ അച്ഛന് പറ്റുന്നില്ല. എന്റെ ഏട്ടനൊന്നും വരുത്തില്ലേ ദൈവമേ എന്നാണ് എന്റെ പ്രാർത്ഥന. അമ്മയോടും ഞങ്ങളോടും അമ്മാവനുള്ള അതേ സ്നേഹമാണ് എനിക്ക് എന്റെ ഏട്ടനോടും. ഞാൻ എന്താവശ്യപ്പെട്ടാലും അമ്മാവൻ നിറവേറ്റാറില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഏട്ടനെ വേണം. എന്റെ ഏട്ടനെ കണ്ടുപിടിച്ച് താ അമ്മാവാ. കരയാതെ കരയാതെ മക്കളെ, കരയാതെ. നിന്റെ കുമാരേട്ടനെ ഈ അമ്മാവും കൊണ്ടുവന്നു തരാം. കരയാതെ. രക്ഷിക്കാനായി കുമാരൻ എന്ന സാധു യുവാവിനെ നിഷ്കരണം കൊല ചെയ്ത മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ജോർജ് ആന്റണിയുടെ മുന്നിൽ അണിനിരക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. മാനം കാക്കാൻ മകനെ കൊന്നാൽ